നമസ്കാരം. ഇവിടെ പാറ്റകൾ ഡൽഹിയിൽ യുദ്ധം നയിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ യഥാർത്ഥ യുദ്ധം സങ്കീർണമായി തുടരുകയാണ്. അമേരിക്കയ്ക്ക് എങ്ങനെയാണ് തലയുയരേണ്ടത് എന്നൊരു ധാരണയുമില്ല. യഥാർത്ഥത്തിൽ യുദ്ധവിജയം ഇറാന് തന്നെയാണ് എന്നുറപ്പായതോടെ എങ്ങനെയെങ്കിലുമൊക്കെ തലയുയരാൻ ശ്രമിക്കുന്നെങ്കിലും നടക്കാതെ വരുന്ന സാഹചര്യം. ആദ്യ ദിവസം അമേരിക്കയോടൊപ്പം ചേർന്ന് യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ ബുദ്ധിപരമായി തലയുരി. പഴയതുപോലെ അവർ അവരുടെ ആഭ്യന്തര സുരക്ഷയിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നേറുന്നു. ട്രംപ് യുദ്ധത്തിൽ നിന്നും തലയുരാൻ ഇറാനുമായി വളഞ്ഞ വഴിയിലൂടെ ചർച്ച നടത്തിയപ്പോൾ വെച്ച ഡിമാൻഡുകളിൽ ഒന്ന് ഇസ്രായേൽ ലെബനോനിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നായിരുന്നു. ഇസ്രായേൽ അത് കേട്ടതായി നടിച്ചതേയില്ല. ട്രംപ് വലിയ വായിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേൽ അവരുടെ പ്രതിരോധം തുടർന്നുകൊണ്ടേയിരുന്നു. അതോടെ ഇറാൻ വീണ്ടും യുദ്ധത്തിനിറങ്ങി. ട്രംപ് വായുവിലായി. തുടർച്ചയായി 12ാം ദിവസവും അമേരിക്കൻ സേന ഇറാനിൽ ബോംബിട്ടു. ഇന്നലെ രാത്രിയും ഇന്ന് വെളുപ്പിന് വരെ അമേരിക്കൻ സേനയുടെ ബോംബിൽ വിറയ്ക്കുകയായിരുന്നു ഇറാനിലെ അനേകം നഗരങ്ങൾ. ടെഹ്റാനെ കൂടാതെ ബുഷേർ, അബുഹാസ്, സിറിക്, ഷലാമോ നഗരങ്ങളിലും ഇന്നലെ അമേരിക്കൻ സേന ബോംബിട്ടു. ഇറാഖ് അതിർത്തിയിൽ നടന്ന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് വിദേശ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഏതെങ്കിലും ഒരു കപ്പലിനെ ഇറാൻ ആക്രമിച്ചാൽ അതിനു പകരം ഇറാനിലെ ഒരു പാലം അല്ലെങ്കിൽ ഒരു ആണവ പ്ലാന്റ് ഇത് തകർക്കുമെന്ന് ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നതായിരിക്കും ഇറാന്റെ നിലപാട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകി. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം മാത്രമല്ല, നേർക്കുനേർ മുന്നറിയിപ്പുകൾ നൽകുന്നു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കലിബാഫ് പറഞ്ഞത് ഹോർമൂസ് കടലിടുക്ക് ഇനി പഴയതുപോലെ ശരിയാവില്ല, അതുപോലെ തിരിച്ചു വരില്ല എന്നാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇനി ഇറാന് മാത്രമായിരിക്കും. ഇറാന് എണ്ണ കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ ഒരൊറ്റ രാജ്യവും അതുവഴി എണ്ണ കൊണ്ടുപോവില്ല. അതുകൊണ്ട് തന്നെ എന്തെല്ലാം നിങ്ങൾ ശ്രമിച്ചാലും ഒരു എണ്ണക്കപ്പൽ പോലും ഞങ്ങൾ കടത്തിവിടില്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു. ഇതിന് തുടർച്ചയായി ഇന്നലെ ആക്രമണവും നടന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെ ഇന്നലെയും ഇറാൻ ആക്രമണം നടത്തി. കുവൈറ്റിന്റെ പരമാധികാരത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് കുവൈറ്റ് പ്രതിഷേധിച്ചപ്പോൾ ഞങ്ങളല്ല പരമാധികാരത്തിന് മേൽ കടന്നു കയറിയത്, അമേരിക്കയാണ്. കുവൈറ്റിൽ കടന്നു കയറിയ അമേരിക്കൻ അധിനിവേശ ശക്തികൾക്ക് നേരെ കുവൈറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്, കുവൈറ്റിനെയാണ് ഞങ്ങൾ സഹായിച്ചത് എന്നായിരുന്നു ഇറാന്റെ പ്രസ്താവന. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച ഒരു എണ്ണക്കപ്പൽ ഇന്നലെയും ഇറാൻ തകർത്തു. ആ കപ്പലിന് തീപിടിച്ചതായി അമേരിക്കയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് തുടർച്ചയായാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണി മുഴക്കിയതും ഒരു പാലം അല്ലെങ്കിൽ ആണവ പ്ലാന്റ് വീതം ഓരോ കപ്പലിനും ഇറാൻ വില കൊടുക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതും. ഇതിനിടയിൽ യമനിലെ ഹൂത്തികൾ സൗദിക്കെതിരെ ആക്രമണവുമായി രംഗത്തെത്തി. ഇറാനെ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങൾ ഇനി പോരാട്ട ഭൂമിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഹൂത്തികൾ ചെങ്കടലിൽ സൗദി അറേബ്യയുടെ ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടത്തി. എണ്ണക്കപ്പൽ തീപിടിച്ചു മുങ്ങിയത് റിപ്പോർട്ടുണ്ട്. ജീവനക്കാരെ രക്ഷപ്പെടുത്തി എന്ന് സൗദി അറേബ്യ സ്ഥിരീകരിച്ചു. ഇതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഏക കപ്പൽ റൂട്ടിനും വിരാമമാകുന്നു. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടന്നതോടെ ചെങ്കടലിലൂടെ സൂയസ് കനാൽ കടന്ന് മെഡിറ്ററേനിയൻ കടലിലെത്തിയായിരുന്നു എണ്ണക്കപ്പലുകൾ യാത്ര ചെയ്തിരുന്നത്. സൗദിയുടെ എണ്ണക്കപ്പലിന് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ബാബ് അൽ മന്ദോബും അടച്ചിടേണ്ട സാഹചര്യമുണ്ടായി. ഇത് വലിയ എണ്ണ പ്രതിസന്ധിക്ക് കാരണമാകും. ഇതോടുകൂടി ഈ റൂട്ടും അടയപ്പെടുകയും ആഫ്രിക്ക വഴി പോവേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ആഫ്രിക്ക വഴി എണ്ണ പോകണമെങ്കിൽ 10 മുതൽ 14 ദിവസം വരെ അധികം യാത്ര ചെയ്യേണ്ടി വരും. 32 കിലോമീറ്റർ വിസ്തൃതിയുള്ള ചെങ്കടലിലെ ബാബ് അൽ മന്ദോബിന്റെ നിയന്ത്രണം ഹൂത്തികൾ ഏറ്റെടുക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഇതിനിടയിൽ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ആണവ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇതോടുകൂടി സൗദി അറേബ്യയ്ക്ക് യുറേനിയം എൻറിച്ച്മെന്റിന് അനുമതിയായി. ഇറാൻ സ്വന്തമായി യുറേനിയം ഉണ്ടാക്കുകയും അത് അണുവായുധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യയ്ക്ക് യുറേനിയം എൻറിച്ച്മെന്റിന് പ്രത്യേക കരാറിലൂടെ അമേരിക്ക അനുമതി കൊടുത്തത്. ഇറാന് ബദലായി അമേരിക്കയിൽ അണുവായുധം നിർമ്മിക്കാനുള്ള ട്രംപിന്റെ അനുമതിയായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. $40 ബില്യണോളം ഇതുവരെ തങ്ങൾക്ക് നഷ്ടമുണ്ടായി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇറാഖ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാഖിന്റെ 90% എണ്ണ കയറ്റുമതിയും നിലച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണെന്ന് കരുതുന്നു ഇറാഖിന്റെ പ്രധാനമന്ത്രി ഇറാനിലെത്തി ഇറാനിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. 10 ദിവസത്തേക്ക് വെടിനിർത്തൽ നിർദ്ദേശം പാകിസ്ഥാൻ അമേരിക്കയ്ക്കും ഇറാനും കൈമാറിയിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും യുദ്ധം തുടരുന്നു.
പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഗൾഫ് നാടുകളിലെയും സമ്മർ അവധിക്കാലത്ത് വിമാന സർവീസുകൾ തുടരും എന്ന് കരുതിയെങ്കിലും മിക്ക വിമാന സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ഇത്തിഹാദും എമിറേറ്റ്സും ഖത്തറും അടക്കമുള്ള പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ റിസ്ക് എടുത്തുകൊണ്ട് തുടരുന്നുണ്ടെങ്കിലും UAE-യിലെയും ഖത്തറിലെയും കുവൈറ്റിലെയും സൗദി അറേബ്യയിലെയും ബഹ്റൈനിലെയും ഒക്കെ വിമാനത്താവളങ്ങളിലേക്കുള്ള മറ്റ് സർവീസുകൾ എല്ലാം തന്നെ നിർത്തിവച്ചിരിക്കുകയാണ്. KLM, ലുഫ്താൻസ, ഫിലിപ്പൈൻസ് എയർലൈൻസ്, സ്കൂട്ട്, ടർക്കിഷ് എയർലൈൻസ്, വിസ് എയർ, ഏജിയൻ എയർലൈൻസ്, എയർ അസ്താന, എയർ കാനഡ, എയർ ഫ്രാൻസ്, ബ്രിട്ടീഷ് എയർവേസ്, എയർ ബാൾട്ടിക്, ഖാത്തെ പസഫിക്, ഫിൻലൻഡ് എയർ തുടങ്ങിയ പ്രധാനപ്പെട്ട വിമാന കമ്പനികളെല്ലാം ദുബായിയും അബുദാബിയും ദോഹയും കുവൈറ്റും ജിദ്ദയും റിയാദും അടക്കമുള്ള വിമാനത്താവളങ്ങളിലേക്ക് വിമാന സർവീസ് നടത്തുന്നില്ല. എന്നാൽ തദ്ദേശീയ വിമാന കമ്പനികൾ റിസ്ക് എടുത്തുകൊണ്ട് തുടരുന്നത് കൊണ്ട് കാര്യമായ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പ്രഖ്യാപിച്ച് കടൽ യുദ്ധം തുടരുമ്പോൾ എന്ന് സമാധാനം പുലരും എന്നറിയാൻ കാത്തിരിക്കുകയാണ് ലോകം.